ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതെൻ്റെ സെക്കൻഡ് വ്ളോഗാണ്. അപ്പോൾ ആദ്യ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇന്നത്തെ വീഡിയോ നമ്മൾ വൈകിട്ടത്തേക്കുള്ള സ്നാക്സും അതുപോലെ ഡിന്നറും പ്രിപ്പയർ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് കണ്ടാലോ. ചായക്ക് ഞാൻ ആദ്യം തയ്യാറാക്കുന്നത് മധുരക്കിഴങ്ങും ഉള്ളിച്ചമ്മന്തിയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് ചക്കരക്കിഴങ്ങ് നട്ടോ പറയുക. ഇത് നമ്മൾ ഇന്നലെ ലുലു പോയപ്പോൾ വാങ്ങിയതാണ്. നമ്മുടെ നാട്ടിലെ മധുരക്കിഴങ്ങൊക്കെ പിങ്ക് കളറിലല്ലേ ഉണ്ടാവുക, പക്ഷേ ഇത് ഓറഞ്ച് കളറിലാട്ടോ. കാരണം ഇത് ഈജിപ്ഷ്യൻ സ്വീറ്റ് പൊട്ടാറ്റോ ആണ്. ഈ കിഴങ്ങിനെ നന്നായി കഴുകിയെടുത്ത് കഷ്ണങ്ങളാക്കി വെക്കുക കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈജിപ്ഷ്യൻ സ്വീറ്റ് പൊട്ടാറ്റോ വാങ്ങുന്നത്. കിഴങ്ങിൻ്റെ വീഡിയോ കണ്ട് ഭയങ്കര ആഗ്രഹമായിട്ട് ലുലു ക്ലോസ് ആവാറായ ടൈമിൽ ഓടിച്ചെന്ന് വാങ്ങിയതാട്ടോ ഈ സ്വീറ്റ് പൊട്ടാറ്റോ. ഈജിപ്ഷ്യൻ എന്നൊരു മിന്നായം പോലെ കണ്ടു, പക്ഷെ ഞാൻ വിചാരിച്ചു ഇതിനിപ്പോൾ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോഴാട്ടോ ഞാൻ അറിയുന്നത് ഇത് ഓറഞ്ച് കളറിലാന്നൊക്കെ. കുറച്ച് ഉപ്പ് ചേർത്ത് ഞാനിത് വേവിക്കാൻ വെക്കുവാണേ. അതെ, ഒരു മീഡിയം വേവ് ആകുമ്പോൾ നമുക്കിത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കുവാണേ. അടുത്തുള്ള ചമ്മന്തി ആട്ടോ ശരിക്കും ഇതിൻ്റെ ബെസ്റ്റ് കോംബോ. പക്ഷെ നമ്മുടെ കയ്യിലിപ്പോൾ കാന്താരി ഇല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. ഇതിലും ഉപ്പും ചേർത്ത് ഇത് അരച്ചെടുക്കുവാണേ. ഇത് മിക്സിയിൽ ഒത്തിരി അരിക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നേ ഉള്ളൂ. നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുള്ള മധുരക്കിഴങ്ങും ഉള്ളിച്ചമ്മന്തി തയ്യാറായിട്ടുണ്ടേ. ഇതിന് ചായ ഉണ്ടാക്കുന്നില്ല കേട്ടോ, ഞാൻ പകരം നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കുന്നത്. കഞ്ചായ ഉണ്ടാക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. പിന്നെ നോക്കുമ്പോൾ ഇവിടെ ഒത്തിരി ചൂടല്ലേ, അപ്പോൾ അത് കാരണം ഞാൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഏട്ടൻ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ തൽക്കാലം വിശപ്പ് മാറാനുള്ളതൊക്കെ തയ്യാറായി കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ഡിന്നറിനുള്ളത് ഉണ്ടാക്കാൻ പോവുകയാണേ. ചപ്പാത്തി മുട്ട റോസ്റ്റുമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ അതിനായിട്ട് സവാള അരിഞ്ഞെടുക്കുന്നുണ്ടേ. ഞാനിവിടെ 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വെളുത്തുള്ളി കൂടെ അരിഞ്ഞെടുക്കാം. ഈ സമയം ഞാൻ 3 മുട്ട വേവിച്ചെടുക്കുന്നുണ്ടേ. ഇനി ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പിലയും പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. നേരത്തെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒത്തിരി മൊരിയൊന്നും വേണ്ട കേട്ടോ, ഒന്ന് വഴണ്ടാൽ തന്നെ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആദ്യം മല്ലിപ്പൊടി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ടേ. കുറച്ച് ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർക്കുന്നുണ്ടേ. തക്കാളി വെന്ത് വരുമ്പോൾ റോസ്റ്റിലേക്ക് ആവശ്യമായ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മുട്ട ചെറുതായി ഒന്ന് വരഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ കുറച്ച് നേരം കൂടെ നമുക്കിതിങ്ങനെ വെക്കാം. ഇനി നമ്മുടെ മുട്ട റോസ്റ്റ് തയ്യാറായിട്ടുണ്ടേ. നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കുഴച്ചെടുക്കാം. മയം വരുന്നതിനായിട്ട് നമുക്ക് കുറച്ച് കുക്കിംഗ് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം ഞാൻ അത് ഉരുളയാക്കി എടുക്കുവാണ്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഈ ചപ്പാത്തി കറക്റ്റ് വട്ടത്തിലൊന്നും അല്ല കേട്ടോ. നമ്മൾ നമ്മുടെ വീട്ടിലല്ലേ, അപ്പോൾ പിന്നെ കറക്റ്റ് വട്ടം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്ന് കരുതി ടേസ്റ്റിന് കുറവൊന്നുമില്ല കേട്ടോ. ഈ ചപ്പാത്തി ചുട്ടെടുക്കുവാണേ. നമ്മുടെ ഫുഡെല്ലാം തയ്യാറായി. ഈ വീഡിയോ ഇഷ്ടമായ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.